എഡ്ജുമാണ്. അപ്പോൾ എന്താണ് ഒരു കട്ട് വേർട്ടെക്സ് അല്ലെങ്കിൽ എന്താണ് ഒരു കട്ട് എഡ്ജ് എന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കി, ഫൈൻഡ് ദ കട്ട് വേർട്ടീസസ് ആൻഡ് കട്ട് എഡ്ജ് ഇൻ ദ ഗ്രാഫ്. അപ്പോൾ ഇതിൽ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ ഏതൊക്കെയാണ് കട്ട് എഡ്ജ് വരിക? അതായത് ഒരു എഡ്ജ് കട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ലീസ്റ്റ് നമ്പർ ഓഫ് എഡ്ജസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ആവണം. ഇപ്പോൾ ഇവിടെ നോക്കി, സി ഇ എന്ന് പറയുന്ന എഡ്ജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രാഫും ഡിസ്കണക്റ്റഡ് ആവില്ലേ? പിന്നെ ഒരു കണക്ഷൻ ഉണ്ടോ തമ്മിൽ? ഇല്ല. അപ്പോൾ സി ഇ എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? കട്ട് എഡ്ജാണ്. ഇപ്പോൾ ഒരു കട്ട് വേർട്ടെക്സ് പറഞ്ഞേ, ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ ആ ഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർട്ടെക്സിലോട്ട് വരുന്ന എല്ലാ എഡ്ജസും ഡിലീറ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ ഇവിടെ സി ഒരു കട്ട് വേർട്ടെക്സ് ആണ്. കാരണം എന്താ? സി ഇവിടുന്ന് നമ്മൾ സി ഇല്ല വിചാരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് എന്തായിരിക്കും? സി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സി മാറ്റി വരച്ചിട്ടുണ്ടെങ്കിൽ, സി ഇല്ലാതെ ഗ്രാഫ് വരച്ചാൽ ഇതെന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ സി ഒരു കട്ട് വേർട്ടെക്സ് ആണ്, ഇ എന്ന് പറയുന്ന ഒരു കട്ട് വേർട്ടെക്സ് ആണ്, ബി എന്ന് പറയുന്ന ഒരു കട്ട് വേർട്ടെക്സ് ആണ്. ബിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് 3 കട്ട് വേർട്ടെക്സുകളാണുള്ളത്, ബി സി ഇ എന്ന് പറയുന്നത്. കട്ട് എഡ്ജ് ഏതൊക്കെയാണ്? സി ഒരു കട്ട് എഡ്ജാണ്, എ നിന്ന് ബിയിലേക്കുള്ള കട്ട് എഡ്ജാണ്. കാരണം എയിൽ നിന്ന് ബിയിലേക്കുള്ള എഡ്ജ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വേർട്ടെക്സ് തനിയെ നിൽക്കും, ബാക്കിയുള്ളതൊക്കെ ഒരു കണക്റ്റഡ് ആയിരിക്കും. എ എന്ന് പറയുന്നത് വേറൊരു കണക്റ്റഡ് ഗ്രാഫായിരിക്കും. അപ്പോൾ അതാണ് കട്ട് എഡ്ജും കട്ട് വേർട്ടെക്സ് എന്ന് പറയുന്നത്. നോൺ സെപ്പറബിൾ ഗ്രാഫ്. കണക്റ്റഡ് ഗ്രാഫ് വിത്തൗട്ട് കട്ട് വേർട്ടീസസ് ആർ കോൾഡ് നോൺ സെപ്പറബിൾ ഗ്രാഫ് ആൻഡ് ക്യാൻ ബി തോട്ട് ഓഫ് as more connected than those with a cut vertex. അതായത് ഒരു കണക്റ്റഡ് ഗ്രാഫിൽ കട്ട് വേർട്ടെക്സുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ നമ്മൾ വിളിക്കും നോൺ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താലും ഗ്രാഫ് എന്താവില്ല? ഡിസ്കണക്റ്റഡ് ആവില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേർട്ടെക്സ് കട്ടും എഡ്ജ് കട്ടുമാണ്. നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് വേർട്ടെക്സ് കട്ടും എഡ്ജ് കട്ടും. ഫസ്റ്റ് വേർട്ടെക്സ് കട്ട് എന്താണെന്ന് നോക്കാം. A subset V dash of the vertex set V of G equal to VE is a vertex cut or separating set if G minus V dash is disconnected. അതായത് ഇപ്പോൾ നമ്മൾ കട്ട് വേർട്ടെക്സ് എന്താണെന്ന് പഠിച്ചില്ലേ? എന്ന് വെച്ചാൽ കട്ട് വേർട്ടെക്സിൽ ഒരു വേർട്ടെക്സുകളാണ് വരുന്നത്, ഓരോരോ വേർട്ടെക്സുകൾ. ഇവിടെ വേർട്ടെക്സ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലതിലൊന്നും ഒരു വേർട്ടെക്സ് മാത്രം ഡിലീറ്റ് ചെയ്ത ഗ്രാഫ് എന്താവില്ല? ഡിസ്കണക്റ്റഡ് ആവില്ല. അപ്പോൾ എത്ര നമ്പർ ഓഫ് വേർട്ടെക്സുകൾ എത്ര എണ്ണം ഡിലീറ്റ് ചെയ്താൽ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവും നോക്കുക. ആ വേർട്ടെക്സുകളൊക്കെ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? വേർട്ടെക്സ് കട്ട് എന്ന് വിളിക്കുക. അപ്പോൾ എഡ്ജ് കട്ട് എന്തായിരിക്കും? അതായത് ഒരു എഡ്ജ് മാത്രം ഡിലീറ്റ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവില്ല. സെർട്ടൻ നമ്പർ ഓഫ് എഡ്ജസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സെറ്റിൻ്റെ രൂപത്തിൽ എഴുതുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? എഡ്ജ് കട്ട് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് വേർട്ടെക്സ് കണക്ടിവിറ്റി നോക്കുക. വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് വേർട്ടീസസ് ടു ഡിസ്കണക്ട് ദ ഗ്രാഫ്. അതായത് മിനിമം എത്ര വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താലാണ് അതിൻ്റെ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുക, ആ നമ്പർ ഓഫ് വേർട്ടെക്സുകളെ നമ്മൾ എന്ത് വിളിക്കും? വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് വിളിക്കും. പിന്നെ കുറച്ച് അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇവിടെ പറയുന്നത്, ഒക്കെ വായിച്ച് നോക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് എഡ്ജ് കണക്ടിവിറ്റി. അപ്പോൾ എന്തായിരിക്കും? വേർട്ടെക്സ് കണക്ടിവിറ്റി പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് വേർട്ടെക്സ് ഡിലീറ്റ് ചെയ്താൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആയിരിക്കണം. അപ്പോൾ എഡ്ജ് കണക്ടിവിറ്റി ആയിരിക്കും മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഡിലീറ്റ് ചെയ്ത ഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. അതിനെയാണ് എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുക. നോക്കി, ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ് കേട്ടോ. കെ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം വി ബിലോങ്സ് ടു വി ഡിഗ്രി ഓഫ് വി. അത് കെ ഓഫ് ജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെ വേർട്ടെക്സ് കണക്ടിവിറ്റിയാണ്. വേർട്ടെക്സ് കണക്ടിവിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഡ്ജ് കണക്ടിവിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി വി എന്ന് പറയുന്ന വേർട്ടെക്സിലുള്ള വേർട്ടെക്സുകളുടെ ഡിഗ്രീനേക്കാളും കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പ്രോബ്ലമൊക്കെ നോക്കുക കേട്ടോ. പ്രോബ്ലമൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ. ഓക്കെ, കണക്റ്റഡ്നെസ് ഇൻ ഡയറക്റ്റഡ് ഗ്രാഫ്. നമ്മൾ കണക്റ്റഡ്നെസ് അൺഡയറക്റ്റഡ് ഗ്രാഫിൽ പഠിച്ചിരുന്നു. ഡയറക്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരൊറ്റ കമ്പോണൻ്റ് അതിലുണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ എല്ലാത്തിനും എന്തുണ്ട്? ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്കിത് കണക്റ്റഡ് ആണെന്ന്. ഇത് തമ്മിലൊരു ഡിസ്കണക്ഷൻ വരുന്നില്ല. അപ്പോൾ അതിനെയാണ് ഡയറക്റ്റ് ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയാം. സ്ട്രോങ്ലി കമ്പോണൻറ്റും വീക്ക്ലി കമ്പോണൻറ്റാണ് പിന്നെ നോക്കുന്നത്. സ്ട്രോങ്ലി കമ്പോണൻറ്റ് ഡെഫിനിഷൻ. ഓക്കെ, a direct graph is weakly connected if there is a path between every two vertices in the underlying undirected graph. അതായത് ഒരു ഗ്രാഫ് വീക്ക്ലി കണക്റ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് വീക്ക്ലി കണക്റ്റഡ് ആണെന്ന് ഒരു മിനിറ്റ്
ഒരു ഗ്രാഫ് വീക്ക്ലി കണക്റ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് രണ്ട് വേർട്ടെക്സുകൾ എടുത്താലും അത് തമ്മിൽ എന്ത് വേണം, ഒരു പാത്ത് വേണം. അപ്പോൾ എന്തായിരിക്കും സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയുന്നത്? A direct graph is strongly connected if there is a path from A to B and from B to A whenever A and B are vertices in the graph. അതായത് സ്ട്രോങ്ലി കമ്പോണൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കൊരു പാത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ബിയിൽ നിന്ന് എയിലേക്കൊരു പാത്ത് വേണം. എയിൽ നിന്ന് ബിയിലേക്കൊരു പാത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ബിയിൽ നിന്ന് എയിലേക്ക് നമുക്കൊരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ്ലി കണക്റ്റഡ് ആയിരിക്കും. വീക്ക്ലി കണക്റ്റഡ് ആണെങ്കിൽ ഏത് രണ്ട് വേർട്ടെക്സ് നമ്മൾ എന്ത് വേണം, ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യണം. ഇവിടെ വീക്ക്ലി ആണോ സ്ട്രോങ്ലി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാത്ത് ആൻഡ് ഐസോമോർഫിസം. A useful isomorphic invariant for simple graph is the existence of a simple circuit of length k, where k is a positive integer greater than 2. We can also use paths to find mappings that are potential isomorphism. ഇവിടെ ഒന്നാമത്തെ നമ്മൾ പഠിച്ചില്ല ഐസോമോർഫിസം. അത് തന്നെ പറയുന്നത് രണ്ട് ഗ്രാഫുകൾ തമ്മിൽ ഐസോമോർഫിക് ആണോ എന്ന് നോക്കാം. സെയിം ഡെഫിനിഷൻ തന്നെ പ്രൂഫ് റിസൾട്ടോടെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. കൗണ്ടിങ് പാത്ത് ബിറ്റ്വീൻ വേർട്ടീസസ്. അവിടെ ഒരു തിയറാണ് പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള തിയറൊന്നും അല്ല, ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക. ചോദിക്കാറൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. വണ്ണിന് LHS ചെയ്തിട്ട് പിന്നെ കേക്ക് നമ്മൾ അസ്യൂം ചെയ്യും, K+1 പ്രൂവ് ചെയ്യുക ചെയ്യുന്നത്. പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് വേർട്ടീസസ്, അതായത് ലെങ്ത്ത് 6 വരുന്ന നമ്പർ ഓഫ് വേർട്ടെക്സുകൾ VI to VJ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്നില്ല അഡ്ജസൻസി മെട്രിക്സ്. അതിൽ അതായത് A⁻R എന്ന് പറയുന്ന അഡ്ജസൻസി മെട്രിക്സിലെ IJth എൻട്രി ആയിരിക്കും ആ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പാത്ത് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ആ തിയറം എന്ന് പറയുന്നത്. ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ചോദിക്കാറില്ല അങ്ങനെ, നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്കി ഇങ്ങനെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ഹൗ മെനി പാത്ത് ഓഫ് ലെങ്ത് ഫോർ അതർ ഫ്രം A to D ഇൻ ദ സിമ്പിൾ ഗ്രാഫ്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലോട്ട് എത്ര പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, R ഇവിടെ എത്രയാണ്, 4 ആണെന്നിരിക്കുന്നത്. അപ്പോൾ A⁻4 A എഴുതുക ആദ്യം, A⁻4 കണ്ടുപിടിക്കുക. അപ്പോൾ A⁻4 1 to 4 1/4 എൻട്രി ആയിരിക്കും അതെന്ന് പറയുന്നത്. A⁻4 1/4 എൻട്രി എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 പാത്തായിരിക്കും എയിൽ നിന്ന് ഡിയിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് തിയറാണ് കേട്ടോ. ഷോ ദാറ്റ് ആൻ എഡ്ജ് ഇൻ എ സിമ്പിൾ ഗ്രാഫ് ഈസ് എ കട്ട് എഡ്ജ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് എഡ്ജ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സിമ്പിൾ സർക്യൂട്ട് ഇൻ ദ ഗ്രാഫ്. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. രണ്ട് പാർട്ടാണ് നമുക്ക് കാണിക്കേണ്ടത്. ഒന്ന് കാണിക്കേണ്ടത് എന്താ, കട്ട് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അത് പറയുന്നത് എന്താവില്ല, സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമാവില്ല എന്നാണ് പറയുന്നത്. നേരെ തിരിച്ച് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല ഒരു എഡ്ജ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താവും, കട്ട് എഡ്ജും ആവും എന്നാണ് പറയുന്നത്. അതായത് ഒരു സിമ്പിൾ ഗ്രാഫ് അതിൽ ഒരു എഡ്ജ് കട്ട് എഡ്ജ് ആണ്. ഇഫ് ആൻഡ് ഓൾ കട്ട് എഡ്ജ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് സർക്യൂട്ടിൻ്റെ പാർട്ടാവില്ല. നേരെ തിരിച്ച് സർക്യൂട്ടിൻ്റെ പാർട്ടല്ല ഒരു എഡ്ജ് എന്നുണ്ടെങ്കിൽ ആ എഡ്ജ് എന്തായിരിക്കും, കട്ട് എഡ്ജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് നോക്കി. സപ്പോസ് ദാറ്റ് ദ എഡ്ജ് വിത്ത് എൻ പോയിൻറ്റ്സ് U, V ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സിമ്പിൾ സർക്യൂട്ട് ഇൻ ദ ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഒരു എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, അത് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ, അത് കട്ട് എഡ്ജ് ആണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. ബിഫോർ ദ റിമൂവൽ ഓഫ് E, U and V ആർ ഇൻ ദ സെയിം കണക്റ്റഡ് കമ്പോണൻറ്റ്. അതായത് the edge E is the only possible path from U to V. No other path U, x1, x2, etc., xi, V can exist. As then we could create a circuit U, x1, x2, etc., V, U using the edge E. Thus when we remove E, no path from U to V can exist. So U and V will be in separate connected components as U and V were initially in the same component. Removing E has created an additional connected component. So E is a cut edge. ഇവിടെ നോക്കി, ഈ ഗ്രാഫ് നോക്കി. ഇവിടെ ഒരു ഗ്രാഫിൽ ഇതിലൊരു കട്ട് എഡ്ജ് ഏതാണെന്ന് പറഞ്ഞേ, ഒരു കട്ട് എഡ്ജ് പറഞ്ഞേ.
ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്ത ഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. ഇതിൽ ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്ന കട്ട് എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ഗ്രാഫിൽ പറ്റില്ല. വേറെ ഗ്രാഫ് പറയാം. ഈ ഫസ്റ്റ് വൺ എടുത്ത് ഫസ്റ്റ് വണ്ണിൽ ഒരു കട്ട് എഡ്ജ് ചെയ്താൽ അതിലും കട്ട് എഡ്ജ് പറയാൻ പറ്റില്ലല്ലേ? കട്ട് എഡ്ജ് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എടുക്കട്ടെ. ആ പ്രോബ്ലം പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, ഈ ഫസ്റ്റ് ഗ്രാഫ് എടുത്ത് നോക്കി. ഫസ്റ്റ് ഗ്രാഫിൽ CE എന്ന് പറയുന്നത് എന്താണ്? ഒരു കട്ട് എഡ്ജാണ്. അപ്പോൾ ഈ CE എന്ന് പറയുന്നത് എന്തല്ല? ഒരു സർക്യൂട്ടിൻ്റെ പാർട്ടല്ല. കാരണം ഈ CE എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ഒരു പാർട്ട് എടുക്കാം. ABCEHGF. ഈ എഫിൽ നിന്ന് ഡിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ഡിയിൽ നിന്ന് എയിലേക്കും കണക്ഷൻ ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ CE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് എഡ്ജ് ആണെന്ന് നമ്മൾ എടുക്കാം. ഫുൾ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഓക്കെ, CE എന്ന് പറയുന്നത് നമ്മൾ കട്ട് എഡ്ജ് ആണെന്ന് എടുക്കുക. അപ്പോൾ കട്ട് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗം ആവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കട്ട് എഡ്ജ് ആണ് CE എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കാരണം CEയിലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട്, ഒരു വേർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതേ വേർട്ടെക്സ് തന്നെ എൻഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? കാരണം ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിയിലോട്ട് തന്നെ എത്തുന്നത് DCB അങ്ങനെ എത്താം. അല്ലാതെ DCE ഈ CE കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചെത്താൻ പറ്റുന്നുണ്ടോ നോക്കി. DCEHGF ഡിയിലേക്ക് കണക്ഷൻ ഇല്ല. അപ്പോൾ CE എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കട്ട് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമായിരിക്കില്ല. സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ലാത്തൊരു എഡ്ജ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? കട്ട് എഡ്ജ് ആയിരിക്കും. ഇതിൻ്റെ പ്രൂഫ് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. തിയറി ബേസ് ആക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അതാണ് കൺസെപ്റ്റ്. കട്ട് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമാവില്ല. നേരെ തിരിച്ച് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല ആ എഡ്ജ് എന്നുണ്ടെങ്കിൽ അത് കട്ട് എഡ്ജ് ആയിരിക്കും. അതാണ് ആ തിയറത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ദ എഡ്ജ് വിത്ത്, അതായത് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളത് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല എന്നെടുത്തു. സിമ്പിൾ സർക്യൂട്ടിൻ്റെ അല്ലാന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? അത് കട്ട് എഡ്ജ് ആണെന്ന് പ്രൂവ് ചെയ്തു. നേരെ തിരിച്ച് കട്ട് എഡ്ജ് ആണെന്ന് എടുത്തു. E എന്ന് പറയുന്നത് കട്ട് എഡ്ജ് ആണ്. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇഫ് പോസിബിൾ ലെറ്റ് E ബി ദ പാർട്ട് ഓഫ് സം സിമ്പിൾ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ കട്ട് എഡ്ജ് അല്ലാന്ന് എടുത്തു. ഇനി E എന്ന് പറയുന്നത് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമാണെന്ന് എടുത്തു. എന്നിട്ട് നമുക്കൊരു കോൺട്രാഡിക്ഷൻ കിട്ടിയാൽ മതിയല്ലോ, സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ. ബിക്കോസ് E ഈസ് എ കട്ട് എഡ്ജ് വെൻ വി റിമൂവ് ഇറ്റ്സ് എൻഡ് പോയിൻറ്റ്സ് മസ്റ്റ് ബി സെപ്പറേറ്റ്. അതൊക്കെ ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായിരിക്കും? കട്ട് എഡ്ജ് ആയതുകൊണ്ട് ഗ്രാഫ് എന്തായിരിക്കും? ഡിസ്കണക്റ്റഡ് ആയിരിക്കും. However, since E is the part of some simple circuit that must include its endpoints, there must exist another path from U to V that completes this cycle. This means that after removing E from path U to V must still exist. Thus U and V must be in the same connected components, which is a contradiction. കാരണം നമ്മളെടുത്ത ഗ്രാഫ് എന്തല്ല? So E must not be part of any simple circuit. ആ തിയറം ഒന്നുകൂടി നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് തിയറമാണ്, ചോദിക്കാറുള്ള തിയറമാണ്. ഇനി പ്രോബ്ലംസൊക്കെ നോക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഓയിലർ സർക്യൂട്ടാണ്. ഓയിലർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഓയിലർ സർക്യൂട്ട് ഇൻ എ ഗ്രാഫ് G ഈസ് എ സിമ്പിൾ സർക്യൂട്ട് കണ്ടെയ്നിങ് എവറി എഡ്ജസ് ഓഫ് G. അതായത് ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും കണ്ടെയ്ൻ ചെയ്തൊരു സർക്യൂട്ടാണ് സിമ്പിൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓയിലർ പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ടാവും? എല്ലാ എഡ്ജസും ഉണ്ടാവും ആ ഗ്രാഫിൽ. ഒരു പാത്ത് എഴുതുമ്പോൾ അതിൽ എല്ലാ എഡ്ജസും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓയിലർ പാത്ത് എന്ന് പറയും. ഒരു സർക്യൂട്ട് എഴുതുമ്പോൾ അതിൽ എല്ലാ ഇതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓയിലർ സർക്യൂട്ട് എന്ന് പറയും. ഈ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. എ കണക്റ്റഡ് മൾട്ടിഗ്രാഫ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 vertices ഹാസ് ആൻ ഓയിലർ സർക്യൂട്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഡിഗ്രി ഹാസ് ഈവൺ ഡിഗ്രി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ഒരു ഗ്രാഫ് അറ്റ്ലീസ്റ്റ് 2 വേർട്ടെക്സിലൊരു ഗ്രാഫിന് ഒരു ഓയിൽ സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വേർട്ടെക്സുകളുടെയും ഡിഗ്രി ഈവൺ ആയിരിക്കും. നേരെ തിരിച്ച് എല്ലാ വേർട്ടെക്സുകളുടെ ഡിഗ്രി ഈവൺ ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിന് എന്തുണ്ടാവും? ഒരു ഓയിലർ സർക്യൂട്ട് ഉണ്ടാവും. ഓക്കെ, ഓയിലർ സർക്യൂട്ട് ഓയിലർ സർക്യൂട്ട് ഉണ്ടാവും. അതാണ് ഈ തിയറം പറയുന്നത്.
പ്രൂഫ് നിങ്ങൾ വായിച്ച് നോക്കുക. കോൺവേഴ്സും ഫസ്റ്റ് എന്താ അസ്യൂം ചെയ്യും, ഓയിലർ സർക്യൂട്ട് ഉണ്ട് എന്ന് കാണിക്കും. എന്നിട്ട് എന്താ അസ്യൂം ചെയ്യും, എല്ലാ വേർട്ടെക്സുകളുടെയും ഡിഗ്രി ഈവൺ ആണെന്ന് കളിക്കും. നേരെ തിരിച്ച് ഈവൺ ആണെന്ന് എടുത്തിട്ട് എന്തുണ്ടാവും, ഓയിലർ സർക്യൂട്ട് ഉണ്ടെന്ന് കാണിക്കും. ആണ് പ്രൂഫ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൽ ഓയിലർ സർക്യൂട്ട് ഉണ്ടെന്ന് എടുക്കാം. ഓയിലർ സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എത്തും, എയിലോട്ട് തന്നെ എത്തും. അതല്ലേ ഓയിലർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ആയതുകൊണ്ട് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഒരു അനദർ വേർട്ടെക്സിലോട്ട്. അപ്പോൾ അതിന് നമ്മൾ ബി എന്ന് എടുക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വേർട്ടെക്സിന് 1 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യും. കാരണം ഒരു സർക്യൂട്ട് ഉണ്ട് എന്നല്ലേ എടുത്തുള്ളത്. അപ്പോൾ എയിൽ നിന്ന് എന്തായാലും ഒരു എഡ്ജ് എന്തിലോട്ടുണ്ടാവും, അടുത്ത വേർട്ടെക്സ് ബിയിലോട്ടുണ്ടാവും. അപ്പോൾ എ ബി എന്ന് പറയുന്ന എഡ്ജ് വരയ്ക്കുമ്പോൾ എ എന്ന് പറയുന്ന ഡിഗ്രി, എയുടെ വേർട്ടെക്സ് ഡിഗ്രിക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇനി ഓരോ സർക്യൂട്ട്, അതായത് സർക്യൂട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഓരോ വേർട്ടെക്സിനും ഓരോ ഡിഗ്രി അത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് പോകും. എന്നിട്ട് സർക്യൂട്ട് നേരെ തിരിച്ച് എയിലോട്ട് എത്തുമ്പോൾ വീണ്ടും എന്തായിട്ട് മാറും, എയിലേക്ക് ഒരു എഡ്ജ് കൂടി വരുമല്ലോ, സർക്യൂട്ട് അല്ലേ. അപ്പോൾ എയിൽ നിന്ന് ഒരു എഡ്ജ് പോവുകയും ചെയ്യും, ഒയിൽ നിന്ന് ഒരു എഡ്ജ് വരികയും ചെയ്യും. അപ്പോൾ എയുടെ ഡിഗ്രി എന്തായിരിക്കും, 2 ആയിരിക്കും. അങ്ങനെ ഓരോ വേർട്ടെക്സിന് ഡിഗ്രി എന്തായിട്ട് മാറും, 2 ആയിട്ട് മാറും. ഈ കോൺവേഴ്സ് പാർട്ടും അതേപോലെ തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഓൾ വേർട്ടീസസ് ഓഫ് ജി ആർ ഓഫ് ഈവൺ ഡിഗ്രി. നേരെ തിരിച്ച് എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി ഈവൺ ആണെന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക, നമുക്ക് എന്ത് കാണിക്കണം, അതിന് ഓയിലർ സർക്യൂട്ട് ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ നൗ വി കൺസ്ട്രക്ട് എ സിമ്പിൾ സർക്യൂട്ട്. ഓയിലർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ തന്നെ എത്തണം, എല്ലാ എഡ്ജസിനെയും കണക്ട് ചെയ്യണം. ഇതൊക്കെ ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പ്രൂഫ് ഉണ്ട്, വായിച്ച് നോക്കുക കേട്ടോ. വായിച്ച് നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇനി കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ പിക്ചർ കണ്ടില്ലേ, ഇപ്പോൾ എ ബി ഡി സി ലാൻഡും ഐലൻഡ്സും ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ എയിൽ നിന്ന് സിയിലോട്ട് പോകണം വിചാരിച്ചോ. ദ വേർട്ടീസസ് റെപ്രസെൻറ്റ് ദ ലാൻഡ് ഏരിയാസ്. വേർട്ടെക്സുകൾ എന്ന് പറയുന്നത് ലാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യും, എഡ്ജസ് എന്ന് പറയുന്നത് ബ്രിഡ്ജസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓയിലർ സർക്യൂട്ട് ഉണ്ടോയെന്നാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ലാൻഡ് ഏരിയാസിലും കണക്ട് ചെയ്ത് പോകണം. എങ്ങനെ, എല്ലാത്തിനെയും അറ്റ് എ ടൈമേ കണക്ട് ചെയ്യാൻ പാടും. ബിക്കോസ് ദ മൾട്ടിഗ്രാഫ് റെപ്രസെൻറ്റിംഗ് കോണിക്സ് ബ്രിഡ്ജ് ഹാസ് 4 വേർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി വിച്ച് ഡസ് നോട്ട് ഹാവ് ആൻ ഓയിലർ സർക്യൂട്ട്. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വേർട്ടെക്സിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ വേർട്ടെക്സിലോട്ട് തന്നെ എത്തണം. പക്ഷേ എല്ലാ ഏരിയയിൽ കൂടി നമുക്ക് വെച്ചപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിലോട്ട് തന്നെ എത്തണം. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ബിയിലോട്ട് പോകണം, ഡിയിലോട്ട് പോകണം, സിയിലോട്ട് പോകണം. അപ്പം നമ്മൾ ഈ പേപ്പറൊക്കെ വെച്ച് നമ്മൾ കളിക്കാറില്ലേ, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ പെന്നിൻ്റെ റിപ്പീറ്റേഷൻ ഇല്ലാതെ എത്താൻ പറ്റുമെന്ന് നമ്മൾ നോക്കാറുണ്ട്. അതേ ടൈപ്പ് തന്നെ കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലം. കോണിക്സ് ബ്രിഡ്ജ് പ്രോബ്ലത്തിൽ നിന്നാണ് ആക്ച്വലി എന്തുണ്ടായത്, ഗ്രാഫ് തിയറി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കാരണം ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടാത്തപ്പോഴാണ് അവർ അതിനെ ഗ്രാഫ് തിയറി എന്ന് പറയുന്ന വേർട്ടെക്സുകളും എഡ്ജസും ഒക്കെ ആയിട്ട് അവർ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എ കണക്റ്റർ മൾട്ടിഗ്രാഫ് ഹാസ് ആൻ ഓയിലർ പാത്ത് ബട്ട് നോട്ട് ഓയിലർ സർക്യൂട്ട് if and only if it has exactly 2 vertices of odd degree. അതായത് ഒരു ഗ്രാഫിന് ഓയിലർ സർക്യൂട്ട് ഇല്ല, പക്ഷേ അതിന് എന്തുണ്ട്, ഓയിലർ പാത്ത് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 വേർട്ടെക്സിന് എന്തായിരിക്കും, ഓഡ് ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. നേരെ തിരിച്ച് 2 വേർട്ടെക്സുകൾക്ക് മാത്രം ഓഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, ഒരു ഓയിലർ പാത്ത് ഉണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, ഓയിലർ സർക്യൂട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ തീയത്തിൻ്റെ പ്രൂഫ് നോക്കാം കേട്ടോ. വായിച്ചാൽ മനസ്സിലാവുന്ന പ്രൂഫ് തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ഫ്ലൂറീസ് അൽഗോരിതം. ഫ്ലൂറീസ് അൽഗോരിതം അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ.